നമസ്കാരം. ഇന്നത്തെ വിഷയം +1 പ്രവേശനത്തിലെ എഡിറ്റിംഗ് അഥവാ തിരുത്ത് ആണ്. അപ്പൊ അതിന് ഈ തിരുത്തലിനെ സംബന്ധിച്ചിടത്തോളം വിശദമായ എല്ലാം ഉൾക്കൊള്ളിച്ച ഒരു ക്ലാസ്സാണ് ഞാൻ ഇടാൻ പോകുന്നത്. നമുക്കറിയാം, +1 ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ഞായറാഴ്ച 6 മണിയായപ്പോഴത്തെ ഞാനത് പറഞ്ഞിരുന്നു. സാധാരണ കണ്ടുവരുന്ന ഇങ്ങനെയാണ്, പക്ഷെ ഇന്നലെ ഒരു സർക്കുലർ ഇറക്കിയിരുന്നു പ്രസ് മീറ്റ് ആയിട്ട്. അതിൽ തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് അലോട്ട്മെന്റ് വരിക, ട്രയൽ അലോട്ട്മെന്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് അങ്ങനെ പറഞ്ഞെങ്കിലും ഇന്ന് ഞായറാഴ്ച രാത്രി തന്നെ ഈ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. ബുധനാഴ്ച 5 മണി വരെ, അതായത് 10-ാം തീയതി 5 മണി വരെയാണ് തിരുത്തിനുള്ള സമയം, തിരുത്താൻ അനുവദിച്ചിട്ടുള്ളവർ സമയം. അപ്പൊ വേണ്ടവർക്ക് മാത്രമേ തിരുത്താവൂ. വെറുതെ എല്ലാവരും തിരുത്തണം എന്നുള്ള ഒരു ധാരണ ആർക്കും വേണ്ട. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ, മാറ്റങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ അതിലേക്ക് നമ്മൾ പോവേണ്ടതുള്ളൂ. അല്ലാത്തവര് ഒന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ എന്ന് പറഞ്ഞാല് പേരുകൂടി തിരുത്താൻ അവസരം ഉണ്ടായിരുന്നു. അതിനെ പക്ഷേ ഇക്കൊല്ലം അതിനെപ്പറ്റി ഒന്നും ഒരു സർക്കുലറിൽ പറയുന്നില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ അന്ന് പേരും കൂടി തിരുത്താൻ അവസരം കൊടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ചില കുട്ടികൾ ഈ ആധാറിലെ പേര് കൊടുത്തു പോയിട്ടുണ്ട്. ഈ ആധാറിലെ പേരും മറ്റേ പേരും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അക്ഷരങ്ങളുടെ ഒക്കെ വന്നു പോയിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചില കുട്ടികൾ എന്ത് വെച്ചാൽ ഈ കമ്പ്യൂട്ടർ സെന്ററിലൊക്കെ ചെന്ന് അവരെ ടൈപ്പ് ചെയ്യുന്നല്ല, അച്ഛന്റെ പേര് കുട്ടിയുടെ പേരായിട്ട് പോയി. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് കഴിഞ്ഞ വർഷം പേര് കൂടി തിരുത്താൻ വേണ്ടി അനുവാദം കൊടുത്തു. എന്നാൽ നമ്മൾ കാൻഡിഡേറ്റ്സ് ലോഗിൻ സൃഷ്ടിക്കുന്ന സമയത്ത് കൊടുത്ത മറ്റ് കാര്യങ്ങൾ തിരുത്താൻ നമുക്ക് കഴിയില്ല. തിരുത്താൻ കഴിയാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഒന്ന് സ്കീമാണ്. സ്കീം എന്ന് പറഞ്ഞാൽ, നമ്മൾ SLC ആണോ പഠിച്ചത്, THS ടെക്നിക്കൽ ഹൈസ്കൂളാണോ, അല്ലെങ്കിൽ CBSE ആണോ, ICSE ആണോ, ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതിനാണ് സ്കീം എന്ന് പറയുന്നത്. ഏത് സ്കീമിലാണ് നമ്മൾ പഠിച്ചത് അത് തിരുത്താൻ മാറ്റാൻ കഴിയില്ല. ഒന്ന്. ഡേറ്റ് ഓഫ് ബർത്ത്, ജനന തീയതി മാറ്റാൻ കഴിയില്ല. രണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതിയ രജിസ്റ്റർ നമ്പർ മാറ്റാൻ കഴിയില്ല. പരീക്ഷ നടന്ന മാസവും വർഷവും തിരുത്താൻ കഴിയില്ല. കാൻഡിഡേറ്റ്സ് ലോഗിൻ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ അതും മാറ്റാൻ കഴിയില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തിരുത്താൻ പറ്റാത്തത്. മറ്റൊന്ന്, SLCക്ക് പഠിച്ച കുട്ടിയാണെങ്കിൽ ആ SSLC പരീക്ഷയ്ക്കുള്ള ഗ്രേഡും രജിസ്റ്റർ നമ്പറും മാസവും മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്യുന്നുള്ളൂ. മാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പരീക്ഷാഭവന്റെ സൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ SSLC ആണ് പരീക്ഷയെങ്കിൽ, പരീക്ഷ പാസ്സായതെങ്കിൽ ആ കുട്ടികൾക്ക് മാർക്കോ ഗ്രേഡോ തിരുത്താൻ കഴിയില്ല. എന്നാൽ CBSEയിലോ ICSEയിലോ പഠിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ ഈ ഗ്രേഡും മാർക്കും ഒക്കെ ടൈപ്പ് ചെയ്ത് കയറ്റുമായിരുന്നു അന്നേരം. അവർക്ക് മാത്രം ഗ്രേഡോ മാർക്കോ വേണമെങ്കിൽ തിരുത്താം, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ. SLCക്കാർക്ക് ഏത് തിരുത്താൻ പറ്റില്ല? മാർക്കും ഗ്രേഡും തിരുത്താൻ പറ്റില്ല. കാരണം അത് പരീക്ഷാഭവന്റെ സൈറ്റിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് ഏകജാലകത്തിന്റെ സംഭവത്തിലേക്ക് ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ അത് പാടില്ല. അപ്പൊ തിരുത്താൻ പറ്റാത്തത് സ്കീം തിരുത്താൻ പറ്റില്ല, ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്താൻ പറ്റില്ല, രജിസ്റ്റർ നമ്പർ തിരുത്താൻ പറ്റില്ല, നമ്മൾ അന്ന് കാൻഡിഡേറ്റ്സ് ലോഗിൻ സൃഷ്ടിക്കുന്ന സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ തിരുത്താൻ കഴിയില്ല. SLCക്ക് ആണെങ്കിൽ അവർക്ക് ഗ്രേഡും മാർക്കും തിരുത്താൻ, SLCക്കാർക്ക് ഗ്രേഡ് തിരുത്താൻ, മാർക്കില്ലല്ലോ, ഗ്രേഡ് തിരുത്താൻ കഴിയില്ല. ഇനി ബാക്കിയെല്ലാം തിരുത്താമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേണമെങ്കിൽ നമ്മൾ കൊടുത്ത് ഒഴിവാക്കാം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഓപ്ഷൻ വരുമ്പോൾ അതിൽ മൊത്തം ഓപ്ഷനെ പറ്റി വിശദമായിട്ട് ഞാൻ പറയാം. അപ്പോൾ നമ്മളെ കയ്യിൽ നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ പ്രിന്റ് എടുത്തതുണ്ട്. ആ പ്രിന്റ് എടുത്ത് അത് വിശദമായിട്ട് നമ്മൾ ഓരോന്നും വായിച്ച് നോക്കണം. അതിൽ പ്രശ്നം ഒന്നും ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓപ്ഷൻസ് മാറ്റുകയും കൂടെ ചെയ്യേണ്ടതില്ലെങ്കിൽ ഓപ്ഷനും മാറ്റണ്ട. ഇതിൽ നമ്മൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട? ഒന്നും ചെയ്യേണ്ട. തിരുത്തിന്റെ വഴിയിലേക്ക് പോലും നമ്മൾ പോകേണ്ടതില്ല.
ഇനി അങ്ങനെയല്ല, വേറൊരു സംഭവം. NMMS-ഉം USS-ഉം ഞാൻ അപേക്ഷാ സമയത്ത് യെസ് കൊടുത്തു. പക്ഷെ രണ്ടിനും എനിക്ക് സർട്ടിഫിക്കറ്റോ വേറെ ഒരു ഡോക്യുമെന്റോ ഇതുവരെ കിട്ടിയിട്ടില്ല. അപേക്ഷിക്കുന്ന സമയത്ത് NMMS-ന് യെസ് കൊടുത്തു, USS-നും യെസ് കൊടുത്തു. പക്ഷെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായി? അങ്ങനെയുണ്ടെങ്കിൽ ആ യെസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിക്കളയണം, നോയാക്കണം. ഈ NMMS ഇല്ല എന്നും USS ഇല്ല എന്നും നോയാക്കണം. നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ പൊങ്ങച്ചം പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഇല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു കാര്യം നമ്മൾ ക്ലെയിം ചെയ്യുകയും അത് വെച്ചിട്ടാണ് അലോട്ട്മെന്റ് വരുന്നത്. എന്നാൽ ഇന്റർവ്യൂ സമയത്ത് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയാതിരിക്കുകയും ചെയ്താൽ നമ്മൾ ഈ ഏകജാലക സംവിധാനത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകേണ്ടി വരും. അന്നേരം അവിടെ ഇന്റർവ്യൂ ബോർഡിൽ പ്രിൻസിപ്പാൾ നമ്മളെ ഒഴിവാക്കും. അത് വേണ്ട. അപ്പോൾ NMS-ഓ USS-ഓ എന്തോ ആക്കട്ടെ, നമ്മൾ കൊടുത്തുപോയി എസ് ഇട്ടെങ്കിൽ അത് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കി നോയാക്കുക. ഇനി വേറൊരു വിഭാഗം, നേരത്തെ കൊടുത്തില്ല, ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് യെസ് ആക്കാം. സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് യെസും ആക്കാം. ഇപ്പൊ നേരത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു, EWS സർട്ടിഫിക്കറ്റ്, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷന്റെ EWS സർട്ടിഫിക്കറ്റ് നേരത്തെ കിട്ടിയില്ല, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞുകൊണ്ട് അപേക്ഷയിൽ കൊടുത്തില്ല. പക്ഷെ ഇപ്പോൾ ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. EWS അല്ല, ഏത് സർട്ടിഫിക്കറ്റ് ആയാലും ശരി. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്താൽ മതി? ആ EWSന്റെ നേരെ നമ്മൾ യെസ് കൊടുത്ത് DWS സർവീസ് കിട്ടിയതായിട്ട് കാണിക്കും. അപ്പൊ കൂട്ടിച്ചേർക്കാം, ഒഴിവാക്കാം, നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പൊ ഇതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് തിരുത്താവുന്നതാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഓപ്ഷനിൽ 3 തരം മാറ്റങ്ങൾ വരുത്താം. 3 തരം മാറ്റങ്ങൾ, 3 മാറ്റമല്ല, 3 തരം. ഒന്ന്, കൂട്ടിച്ചേർക്കാം. ഇപ്പൊ നമ്മൾ ഓപ്ഷനിൽ 4 സ്കൂളെ കൊടുത്തിട്ടുള്ളൂ, ആകെ 4 ഓപ്ഷനെ കൊടുത്തിട്ടുള്ളൂ. 4 സ്കൂളും അല്ല, 4 ഓപ്ഷനെ ആകെ കൊടുത്തിട്ടുള്ളൂ. അത് അന്ന് കൊടുത്തത് 4 പോരായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നുണ്ട്, മണ്ടത്തരമായി പോയി. ട്രയലിൽ എനിക്ക് കിട്ടിയിട്ടുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? പോയി വരാൻ സൗകര്യത്തിലുള്ള 10ഓ 12ഓ 15ഓ സ്കൂളുകൾ ഓപ്ഷൻ കൊടുക്കുക. സ്കൂളുകളല്ല, പല സ്കൂളിലും പല കോഴ്സുകൾക്ക് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾ ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തെടുത്ത് തന്നെ സയൻസ് കൊടുത്തെങ്കിൽ സയൻസിന് കൊടുത്ത് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് കൊടുക്കാം. അപ്പോൾ ഒരേ സ്കൂളിൽ തന്നെ എത്ര കോഴ്സിന് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അത് നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തെ മാറ്റങ്ങൾ വരുത്തുന്നത് പുനഃക്രമീകരിക്കലാണ്. അപ്പൊ പുനഃക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ 1 മുതൽ 15 വരെ ഇങ്ങനെ ക്രമത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് തോന്നുകയാണ് 5-മത്തെ എടുത്ത് 1-മത്തെ ഇടാം, 1-മത് എടുത്ത് 7-മത് ഇടാം, 2-മത് കൊടുത്തത് 4-മത് കൊടുക്കുക. ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി റീഅറേഞ്ച് ചെയ്യാം, പുനർക്രമീകരണം നടത്താം. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ്, ഈ ഒരു കൊടുത്ത സ്കൂൾ എനിക്ക് എങ്ങനെ കിട്ടിയാലും വേണ്ട, ഞാനത് ഇഷ്ടമല്ല എനിക്ക്, ഞാൻ ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്കത് ഒഴിവാക്കാം. കൊടുത്ത സ്കൂൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ ഒഴിവാക്കാം, പുനർക്രമീകരിക്കാം, കൂട്ടിച്ചേർക്കാം. ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷൻ ചെയ്യാം. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കിട്ടാത്തവർ നിർബന്ധമായിട്ടും കൂടുതൽ കോഴ്സുകളും സ്കൂളുകളും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കിട്ടാത്ത കുട്ടികൾ ഈ ട്രയൽ അലോട്ട്മെന്റിൽ പിന്നെ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? കൂടുതൽ നമ്മൾ ആ മസിൽ പിടുത്തമൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. കുട്ടികളെല്ലാവരും പല മസിൽ പിടുത്തം ഉള്ള കുട്ടികളും ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സ് പോകുന്ന സ്കൂളിലേ ഞാൻ പോകും, ഞാൻ ആ സ്കൂളിൽ മാത്രമേ പഠിക്കുള്ളൂ, ഇന്ന കോഴ്സ് കിട്ടിയാൽ മാത്രമേ ഞാൻ പോവുള്ളൂ. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ അതിനപ്പുറത്തേക്കുള്ള കോഴ്സും സ്കൂളും ഒക്കെ ഓപ്ഷനിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ചെയ്യണമെങ്കിൽ, പുനഃക്രമീകരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ ഓപ്ഷന്റെ നേരത്തെ കൊടുത്തത് മറക്കുക. എന്നിട്ട് ഒരു വെള്ള പേപ്പർ എടുത്തിട്ട് പുതിയതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രമത്തിൽ എഴുതുക. നേരത്തെ കൊടുത്ത ക്രമം അതാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് പുതിയതായിട്ട് എഴുതിയിട്ട് എവിടെയാ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇതങ്ങോട്ട് കൊടുത്താൽ മതി. എനിക്ക് ഇത്രയും സ്കൂളുകളാണ് വേണ്ടത്, ആ ക്രമത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. ആ ലിസ്റ്റ് കൊടുത്താൽ പുതിയതായിട്ട് ഒരു അപേക്ഷ കൊടുക്കും പോലെ നിങ്ങൾക്ക് ആ ഓപ്ഷൻസ് കൊടുക്കാം.
പഴയതൊക്കെ ഒഴിവാക്കി പുതിയത് ടൈപ്പ് ചെയ്ത് കയറ്റാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സ്കൂൾ കോഡും കൂടി പറഞ്ഞിട്ടുണ്ടാവണം. അതാണ് അതിൽ തെറ്റാതെ പറഞ്ഞിട്ടുണ്ടാവണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അപ്പോൾ അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിൽ, ലിസ്റ്റ് ഉണ്ടാക്കാതെ നമ്മൾ ഈ പുനർക്രമീകരണം നടത്തിയാൽ ശരിയാവില്ല. ഇത് അവരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പിന്നെ മാഡം 4 എടുത്തിട്ട് 1-ലിട്, 1 എടുത്ത് 7-ലിട്, 7 എടുത്ത് 12-ല്, 11-ലത്തെ 4 5 ഇങ്ങനെ പറയുമ്പോൾ അത് ശരിയാവില്ല. അപ്പം നിങ്ങൾ അത് എല്ലാം കൂടി ഒരു വെള്ള പേപ്പറിൽ പുതിയതായിട്ട് ഒരു ലിസ്റ്റ് ക്രമത്തിൽ ഉണ്ടാക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ക്രമത്തിൽ. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒന്നാമത്, അതിൽ കുറവ് ഇഷ്ടമുള്ള, അങ്ങനെ ക്രമത്തിൽ ഇഷ്ടം കുറയുന്നതിനനുസരിച്ച് താഴോട്ട് പോകട്ടെ, അത് വേണം കൊടുക്കാൻ. കിട്ടാത്ത കുട്ടികൾ എന്താ വെച്ചാൽ ഒരു 10-20 എണ്ണം അങ്ങോട്ട് കൊടുക്കണം ഓപ്ഷൻ. നമുക്ക് പിന്നെ ഇത്തിരി ദൂരെ ആയാലും പോയി വരാൻ പറ്റുന്ന ഒരു ദൂരത്തുള്ള സ്കൂള് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എവിടെയും കിട്ടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യം എവിടെയെങ്കിലും ഒന്ന് കിട്ടുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഓപ്ഷൻസ് ഓരോ അലോട്ട്മെന്റിലും കയറി കയറി വരും. നമുക്കറിയാം, ഈ ട്രയൽ അലോട്ട്മെന്റിന് പുറമെ നമ്മൾ കൊടുത്ത അപേക്ഷ പ്രകാരം ആകെ 3 അലോട്ട്മെന്റുകളുണ്ട്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഈ തേർഡ് 3 അലോട്ട്മെന്റുകൾ കൂടി നമ്മൾ ഒരു അപേക്ഷയെ കൊടുത്തിട്ടുള്ളൂ, ഇനി അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ 3 അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് പിന്നെ അടുത്ത അപേക്ഷ നമ്മൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇപ്പൊ ഓൾറെഡി നിങ്ങൾ കൊടുത്ത അപേക്ഷയിൽ എന്തൊക്കെ വരും? ട്രയൽ അലോട്ട്മെന്റ് ഉണ്ട്, ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട്, സെക്കൻഡ് ഉണ്ട്, തേർഡ് അലോട്ട്മെന്റും ഉണ്ട്. ഇത് മുഴുവൻ ഈ ഒരപേക്ഷയിൽ ഉള്ളതാണ്. അപ്പൊ നമ്മൾ ഒരപേക്ഷയിൽ കിട്ടിയില്ല എങ്കിൽ നമ്മൾ സങ്കടപ്പെടുകയൊന്നും വേണ്ട, രണ്ടാമത്തെ അലോട്ട്മെന്റിൽ ഉണ്ടാവും. നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇതുവരെ 1-ലും കിട്ടിയില്ല, 2-ലും കിട്ടിയില്ലെങ്കിൽ 3-മത്തേൽ വരും. നമ്മൾ ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. ഇനി നമ്മൾ ഈ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ പറഞ്ഞു തരാം. അപ്പൊ ഈ ഓപ്ഷനിലാണ് അധികവും പ്രശ്നങ്ങൾ വരിക. മറ്റിടത്ത് നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും കൊടുത്ത് ഒഴിവാക്കണം. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു കുട്ടി കഴിഞ്ഞ ദിവസം, അവർക്ക് ഈ ഭിന്നശേഷി വിഭാഗത്തിൽ വരുന്ന കുട്ടിയായതുകൊണ്ട് അവർക്ക് പിന്നെ അതിനകത്ത് OH ഉണ്ടായിരുന്നു, MR ഉണ്ടായിരുന്നു, ഡെഫ്, അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും, ബ്ലൈൻഡ്, കാഴ്ചക്കുറവുള്ള, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പിന്നെ കുട്ടിയുടെ പിന്നെ എന്താണ് എന്ന് അവർക്ക് ആ അക്ഷരം കണ്ട് മനസ്സിലായില്ല. അപ്പൊ അവരുടെ കുട്ടി ശരിക്കും ഈ പിന്നെ ചലനശേഷിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അസ്ഥി സംബന്ധമായ പ്രശ്നമാണ്. അതായത് ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ്. പക്ഷെ അവരെന്ത് ചെയ്തു? അത് അറിയാത്തത് കൊണ്ട് MRS എന്ന് കൊടുത്തു. അപ്പോൾ എന്ത് വേണം? അവരെ സംബന്ധിച്ച് ആ സർട്ടിഫിക്കറ്റ് ഇല്ല, ആ കുട്ടി അങ്ങനെയല്ല താനും. അവര് OH എന്ന വിഭാഗത്തിലാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലോട്ട് MR മാറ്റിയിട്ട് OH കൊടുക്കണം. അപ്പൊ അത്തരത്തിലുള്ള തെറ്റുകളാണ് ഇവിടെ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത ഒരു കേസ് വന്നാൽ ആ കൊടുത്തത് യെസ് എന്നുള്ളത് നോയാക്കി മാറ്റണം, ഒഴിവാക്കണം. അത് സർട്ടിഫിക്കറ്റുകൾ ഏതെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത നോ മാറ്റിയിട്ട് യെസ് കൊടുക്കാം. സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഇനി നിങ്ങളിൽ പലരും ഉള്ള ഏതെങ്കിലുമൊക്കെ കേസുകൾ, കുറെ കേസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. ഒന്നാമത്തെ കേസ്, ഇപ്പൊ ട്രയൽ അലോട്ട്മെന്റിൽ എന്തൊക്കെ സാധ്യതകളുള്ള കുറെ കേസുകളാണ് ഞാൻ പറയുക. ഒന്നാമത്തത്, ഒരു കുട്ടിക്ക് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, കുട്ടിക്ക് അതാണ് ഇഷ്ടം, അതാണ് കുട്ടിക്ക് ഇഷ്ടം. ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, കുട്ടിക്ക് അതാണ് ഇഷ്ടം, അവിടെ ചേരാനാണ്, അവിടെ പഠിക്കാനാണ് കുട്ടിക്ക് ഇഷ്ടം. ആ കുട്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് ഉത്തരം. ആ കുട്ടി ഒന്നും ചെയ്യേണ്ടതില്ല. 99% ആ ഒന്നാമത്തെ ഓപ്ഷൻ തന്നെ കുട്ടിക്ക് 15-ാമത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിലും വരും. ഈ കുട്ടികൾ എഡിറ്റ് ചെയ്യേണ്ടതില്ല. പക്ഷെ ബാക്കി കാര്യങ്ങളിൽ ഏതെങ്കിലും തിരുത്ത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യണം, അല്ലാതെ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി എനിക്ക് അടുത്ത വേറൊരു കുട്ടിക്ക് ഉള്ള ഒരു അനുഭവമാണ്. എനിക്ക് ഇതുവരെ ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് വന്ന് നോക്കുമ്പോൾ ഇതുവരെ കൊടുക്കാത്ത ഒരു സ്കൂളാണ് എനിക്ക് 1-ാം സ്ഥാനത്ത് ഇഷ്ടം. ഇപ്പോൾ ഒന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടം ഈ സ്കൂളിൽ പോകാനല്ല. ഇതുവരെ ആ ഓപ്ഷനിൽ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല ആ സ്കൂള്. അങ്ങനെ ഒരു സ്കൂളിൽ പോകാനാണ്, പഠിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ അത് നേരത്തെ അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്. എന്ത് മനസ്സിലായി?
ആ സ്കൂളിലാണ് നല്ല പഠനം നടക്കുന്നത്. എല്ലാ അധ്യാപകരുണ്ട്, അധ്യാപകരൊക്കെ വളരെ കോപ്പറേറ്റീവാണ്. അപ്പോൾ എനിക്ക് അവിടെ പഠിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഫുൾ A+ ഉള്ള കുട്ടിയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഫസ്റ്റിലാണ്, ഒന്നിലാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പക്ഷേ എനിക്ക് അതിനേക്കാൾ നല്ല സ്കൂളുണ്ടല്ലോ, അപ്പം ഞാൻ അവിടെ പോകാനാണ് ഇഷ്ടം. പക്ഷേ ഇതുവരെ ഞാൻ 10 സ്കൂൾ കഴിഞ്ഞതിൽ കൊടുത്തായിരുന്നു. ആ 10 സ്കൂളിൽ ഈ സ്കൂൾ വന്നില്ല. എന്ത് ചെയ്യണം? നിങ്ങൾ ഈ പറയുന്ന ഈ ഇതുവരെ കൊടുക്കാത്ത ആ പുതിയ സ്കൂള്, ആ സ്കൂളിലെ ഏതാണോ ബയോ സയൻസാണ് വേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ അത് കൊടുക്കുക. നിലവിലുള്ള ഫസ്റ്റ് ഓപ്ഷൻ മാറ്റിക്കളയും. ഫസ്റ്റ് ഓപ്ഷൻ അത് സെക്കൻഡിൽ ഇടുവോ, നിങ്ങൾക്ക് ഇഷ്ടം താഴേക്ക് ഇറക്കി ഇടുവോ. ആ പുതിയ സ്കൂള്, ഈ പറയുന്ന പുതിയ സ്കൂൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഒരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് എവിടെയാ കമ്പ്യൂട്ടർ സെന്ററിലാണെങ്കിൽ അവിടെ കൊടുത്ത് അത് തിരുത്തിക്കും. അതാണ് രണ്ടാമത് വന്ന ഒരു കേസ്. അത്തരം കുട്ടികളും ഉണ്ട്. ഇനി മൂന്നാമതൊരു വിഭാഗം, ഫസ്റ്റ് ഓപ്ഷൻ ആണ് ട്രയൽ അലോട്ട്മെന്റിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി, പക്ഷെ ഞാൻ അവിടെ പോവില്ല. അവിടെ തീരെ പോരാ, ഞാനന്ന് അറിയാത്ത കൊണ്ട് കൊടുത്തതാ. പക്ഷെ എനിക്ക് സെക്കൻഡ് ഓപ്ഷനാ മതി. രണ്ടാമത് കൊടുത്ത സ്കൂളാണ് എനിക്ക് വേണ്ടു. ഫസ്റ്റ് കിട്ടി, ഫസ്റ്റ് ഇപ്പോൾ കിട്ടി നിൽക്കുകയാണ്, പക്ഷെ എനിക്ക് വേണ്ട. അപ്പോൾ താഴെയോട്ടുള്ള സ്കൂളുകൾ ഇനി പരിഗണിക്കൂല ഇപ്പം കൊടുത്തില്ലെങ്കിൽ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് വേണ്ട, സെക്കൻഡ് ആണ് എനിക്ക് വേണ്ടതെന്ന് ചിന്തിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡ് എടുത്ത് ഫസ്റ്റിൽ കൊടുക്കുക. നിലവിൽ സെക്കൻഡിലുള്ള സ്കൂൾ എടുത്ത് ഒന്നാമത്തേതിൽ കൊടുക്കുക. ഓർമ്മിക്കുക, ഇത് ട്രയലാണ്. ഇപ്പൊ ഫസ്റ്റിൽ കിട്ടി എന്ന് പറയുന്നതിൽ ഒരു കാര്യമില്ല. അത് ട്രയലാണ്, വെറും ട്രയൽ. അടുത്തതിൽ ഫസ്റ്റ് കിട്ടണമെന്നില്ല. പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴും ഒന്നാമത്തേതിൽ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടാമത്തതായിരുന്നു ആ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത്. നേരത്തെ അത് അറിയാതെ ചെയ്തു പോയതാണ്. അപ്പോൾ ആ രണ്ട് എടുത്തിട്ട് കുട്ടി ഒന്നാമത്തേതിൽ ഒന്നാമത്തെ സ്കൂൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ രണ്ടാമത്തെ സ്കൂൾ രണ്ടാമത്തേതിൽ കൊടുക്കാം, അല്ല തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ താഴത്തേക്ക് വിട്ടാൽ മതി. ഏറ്റവും താഴത്തേക്ക് വിട്ടാൽ മതി ആ സ്കൂൾ. ആ രീതിയിൽ നമുക്ക് ഓപ്ഷൻ തിരുത്താം. ഇനി അടുത്ത ഒരു കേസ്, കുറേ സ്കൂൾ കൊടുത്തു. വേറെ കുട്ടിയുടെ അവസ്ഥയാണ്. കുറേ സ്കൂളുകൾ കൊടുത്തു, പക്ഷെ ഒന്നും രണ്ടും പോരാ എന്ന് പിന്നീടാണ് അറിഞ്ഞത്. ഒന്നും രണ്ടും, ഞാൻ കൊടുത്ത ഒന്നാമത്തെ സ്കൂളും രണ്ടാമത്തെ സ്കൂളും തീരെ പോരാ. മൂന്ന് മുതലാണ് വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടത്. സ്കൂൾ അറിയാതെ കൊടുത്താണ്. ഒന്നും രണ്ടും തീരെ വേണ്ട, അത്രയ്ക്ക് മോശമാണ് അവിടെ എന്നാണ് ഞാൻ അറിഞ്ഞത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഒന്നും രണ്ടും എടുത്ത് ഏറ്റവും ലാസ്റ്റിലേക്ക് ഇട്ടാൽ മതി. മൂന്നാണ് ഏറ്റവും കുഴപ്പമില്ലാത്തതെങ്കിൽ കയറി മൂന്ന് എന്ത് ചെയ്യണം? ഒന്നാമത്തേതായിട്ട് കൊടുക്കുക, പിന്നെ ക്രമത്തിൽ കൊടുക്കുക. ഇപ്പോൾ ഒന്ന് രണ്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് എത്രാമത്തേൽ കൊടുക്കണോ അതിലേക്ക് കൊടുക്കുക. ലാസ്റ്റിലേക്ക് കൊടുക്കണേ ലാസ്റ്റ് കൊടുക്കുക, അഞ്ചും ആറും കൊടുക്കണേൽ അങ്ങനെ കൊടുക്കുക, ഏഴും എട്ടും കൊടുക്കണേൽ അങ്ങനെ കൊടുക്കുക. ഏത് വിധത്തിലും കൊടുക്കാവുന്നതാണ്. ആ രീതിയിലേക്ക് മാറ്റുക. ഇനി വേറൊരു കുട്ടി, ഓരോ കുട്ടികളെ ഓരോ ടൈപ്പ് ഞാൻ എടുത്തതാണ്. എനിക്ക് ട്രയലിൽ മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടി. ട്രയലിൽ മൂന്നാമത്തെ ഓപ്ഷൻ എനിക്ക് കിട്ടി. മൂന്നാമത്തെ ഓപ്ഷനാണ് എനിക്ക് ട്രയലിൽ കിട്ടിയത്. എന്നാൽ എനിക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് ആറാമത്തെ ഓപ്ഷനാണ്. അതാലോചിക്കണം, താഴെയുള്ള ഒരു ഓപ്ഷനാണ് ആ കുട്ടിക്ക് വേണ്ടത്. ആറാമത്തെ ഓപ്ഷൻ കുട്ടിക്ക് വേണം. മൂന്നാണ് ഇപ്പോൾ കിട്ടിയത്. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്യണം? ആറാമത്തെ ഓപ്ഷൻ എടുത്തിട്ട് ഒന്നാമത് കൊടുക്കുക. ആറാമത്തെ ഓപ്ഷൻ എടുത്ത് ഒന്നാമത് കൊടുക്കുക. ബാക്കി എങ്ങനെ വേണമെന്ന് കുട്ടി തീരുമാനിച്ചോളാം. രണ്ടും മൂന്നും നാലും അഞ്ചും ആറൊക്കെ ഈ മൂന്ന് അവിടെ തന്നെ ഇട്ടാൽ മതി. അങ്ങനെ മൂന്ന് താഴോട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം. ഏത് വിധത്തിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നിങ്ങൾ അക്ഷയ സെന്ററിലോ കമ്പ്യൂട്ടർ സെന്ററിലോ പോകുന്നതിന് മുമ്പ് എന്ത് തന്നെയായാലും ഇത്തരത്തിലൊരു പുതിയ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് മാത്രമേ പോകാവൂ. റീഅറേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുനർക്രമീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. വീണ്ടും ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഒന്ന്, 4 എനിക്ക് കിട്ടിയത്. ഒന്നും രണ്ടും ഉണ്ട്, എനിക്ക് ഒന്നും രണ്ടും വേണ്ട. 4 കിട്ടി. 3 ഇഷ്ടമാണ്. 3 ഇഷ്ടമാണ്. ഒന്നും രണ്ടും എനിക്ക് വേണ്ട. 4 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒന്നും രണ്ടും തീരെ വേണ്ട. ഇപ്പൊ കിട്ടിയത് 4. എനിക്ക് വേണ്ടത് 3ആണ്. അത്
ഫസ്റ്റ് അലോട്ട്മെന്റിൽ ചിലപ്പോൾ 3-ൽ നിൽക്കണമെന്നില്ല, അങ്ങനെ കിടന്നാൽ എടുത്ത് 1-ലോ 2-ലോ ഒക്കെ കയറി പോയി കൂടായില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്താ, അങ്ങനെ വന്നാൽ ഇപ്പം 4 കിട്ടി, 1, 2 എനിക്ക് വേണ്ട, 3 വേണ്ടത്. അങ്ങനെയെങ്കിൽ 3 എടുത്തിട്ട് എന്ത് ചെയ്യണം, 1-ലേക്ക് കൊണ്ടുവരാം. ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഇപ്പം മൂന്നാമത് നിൽക്കുന്നത് ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. ക്ലിയർ ആയില്ലേ? അപ്പോൾ അതാണ് ആ ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇനി എവിടെയും കിട്ടിയില്ല, എവിടെയും കിട്ടിയില്ല എങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. കൂടുതൽ സ്കൂളുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട. കൂടുതൽ കോഴ്സുകളും സ്കൂളുകളും കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഇനി നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരേ സ്കൂളിൽ തന്നെ എല്ലാ കോഴ്സിനും കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ പഠിച്ച സ്കൂളിൽ ബയോമാത്സിന് കൊടുക്കാം, ഹ്യൂമാനിറ്റീസിന് കൊടുക്കാം, കൊമേഴ്സിന് കൊടുക്കാം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുള്ള കൊമേഴ്സിന് കൊടുക്കാം. ഏതൊക്കെ കോഴ്സ് ഉണ്ടോ അതിന് മുഴുവൻ നിങ്ങൾക്ക് അവിടെ തന്നെ വേണമെങ്കിൽ അപേക്ഷ കൊടുക്കാം. ഇനി വേറെ കുട്ടികൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധം കൂടി ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഓപ്ഷൻ ഇപ്പം ഇങ്ങനെ ക്രമീകരിച്ചു, എല്ലാം എഡിറ്റിംഗ് ഒക്കെ എഡിറ്റ് ചെയ്തു, പിന്നെ നടത്തി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത്, ഷോ 1-2 സ്കൂൾ കൊടുക്കാൻ വിട്ടുപോയി. എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞു, നമ്മൾ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമാണ്. എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ വെറുതെ തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഫൈനൽ കൺഫർമേഷൻ നടത്തിയിരിക്കണം, ഫൈനൽ സബ്മിഷൻ നടത്തിയിരിക്കണം. അത് നിർബന്ധം. അപ്പോൾ അതിൻ്റെ ചില ലക്ഷണങ്ങൾ അടുത്ത വീഡിയോസിലൊക്കെ ഞാൻ ഇട്ടുതരാം, എങ്ങനെയാണ് അത് തിരിച്ചറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ, അത് കൃത്യമായിട്ട് അടുത്തേ പറഞ്ഞു. പക്ഷേ ഇങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കുട്ടികൾക്ക് പറ്റിയ ചില അബദ്ധങ്ങളാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ പോയിട്ട് പിന്നെ ആദ്യത്തെ ഭാഗമൊക്കെ എഡിറ്റ് ചെയ്തു, ചെറിയ തകരാറുണ്ടായിരുന്ന തെറ്റൊക്കെ തിരുത്തി റെഡിയാക്കി, പിന്നെ ഓപ്ഷനിലേക്ക് പോയി. ഓപ്ഷനിൽ പോയിട്ട് വേണ്ട എഡിറ്റിംഗ് ഒക്കെ നടത്തി, പിന്നെ ഫൈനൽ സബ്മിഷനും കൺഫർമേഷനും നടത്തി. കൺഫർമേഷൻ നടത്തി കഴിഞ്ഞപ്പോഴാണ് കുട്ടി മനസ്സിലാക്കിയത്, ഈ 1-2 സ്കൂൾ കൊടുക്കാൻ ബാക്കി വിട്ടുപോയി. പ്രധാനപ്പെട്ട സ്കൂൾ, എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളായിരുന്നു, നല്ല സ്കൂളായിരുന്നു, കൊടുക്കാൻ വിട്ടുപോയി. വീണ്ടും എടുത്തു, എച്ച് എസ് ക്യാപ്പ് എടുത്ത് പിന്നെ കാൻഡിഡേറ്റ്സ് ലോഗിൻ എടുത്തു. അങ്ങനെ ഒരു ബട്ടനെ നിങ്ങൾ കാണൂല. എഡിറ്റ് ബട്ടൺ എന്ന് പറയുന്ന സാധനം രണ്ടാമതൊരിക്കൽ കാണില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു തവണ മാത്രമേ നടക്കുള്ളൂ. രണ്ടാമതൊരിക്കൽ എഡിറ്റ് ചെയ്യാൻ പോയാൽ എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, അങ്ങനെ ഒരു സാധനമേ ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ആദ്യമേ തീരുമാനിച്ച് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമേ വേണ്ടവർ ഈ എഡിറ്റിങ്ങിന് പോകാം. ഒരു തവണ മാത്രമേ എഡിറ്റ് ബട്ടൺ അമർത്തി ഒരു തവണ എല്ലാം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫൈനൽ സബ്മിഷൻ കൊടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി ഓണാക്കി എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. അതാ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ എഡിറ്റിംഗ് സംബന്ധമായ, അലോട്ട്മെൻറ്റ് സംബന്ധമായ സംശയങ്ങളുടെ ഉത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വീഡിയോ നാളെ നാളെ ഇറക്കാം. അപ്പോൾ അത് കുറേ സംശയങ്ങൾ, ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള പല പല സംശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും. അപ്പം നമ്മൾ ഈ തിരുത്തിന് വേണ്ടി അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഒരുപാട് കുട്ടികൾക്ക് സംശയം ഉണ്ടാവും. ഇതിപ്പോൾ നമ്മളും ചെയ്യണോ? വേണ്ട. എല്ലാം കറക്റ്റാണെങ്കിൽ ആ ഭാഗത്തേക്കേ നിങ്ങൾ പോകണ്ട. തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമാണ് എഡിറ്റിംഗ് എന്ന കാര്യം നിങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ വീണ്ടും ഏതെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ അവർക്ക് മാത്രമാണ് എഡിറ്റിംഗ്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി നിൽക്കുന്ന കുട്ടികൾ അത് മതിയെങ്കിൽ പിന്നെ തിരുത്തിന് പോവുകയേ വേണ്ട. സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും കൊടുത്തതിൽ തെറ്റോ, ഇപ്പോൾ NCC ഇല്ലാതെ NCC ടിക്ക് ചെയ്ത് പോവുക, പിന്നെ USS സർട്ടിഫിക്കറ്റ് ഇല്ലാതെ യെസ് കൊടുത്തു പോവുക, അത്തരത്തിലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കണം. അതല്ലാതെ നിങ്ങൾ ബാക്കിയെല്ലാം കറക്റ്റാണ്, നമ്മൾ ബയോഡേറ്റയും കൊടുത്ത സർട്ടിഫിക്കറ്റുകളും ബോണസ് പോയിന്റിന് നമ്മുടെ ടൈ ബ്രേക്കിനൊക്കെ കൊടുത്ത സർട്ടിഫിക്കറ്റുകളെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങളൊക്കെ കറക്റ്റാണെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഒന്നും എഡിറ്റിംഗ് വേണ്ട. ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടി നിൽക്കുന്നതെങ്കിൽ ട്രയലിൽ ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടി നിൽക്കുന്നതെങ്കിൽ പിന്നെ ഓപ്ഷനിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യണ്ട. അതും ശ്രദ്ധിക്കണേ. ട്രയലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ഓപ്ഷൻ കിട്ടി നിൽക്കുകയാണ്, പിന്നെ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമില്ല, ഓപ്ഷനൊന്നും അവിടെ നിൽക്കട്ടെ.
90%, 99%വും ഫസ്റ്റ് അലോട്ട്മെന്റിലും അത് തന്നെയായിരിക്കും വരിക എന്ന കാര്യവും നിങ്ങൾ തിരിച്ചറിയുക. എല്ലാം ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് സംശയങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങളായിട്ട് മറ്റൊന്നുകൂടി ചെയ്യാം, അപ്പോൾ ക്ലിയർ ആയിരിക്കും. ആ, ആം, എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. പിന്നെ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ, ഇനി ഒരുപാട് അലോട്ട്മെൻറ്റുകൾ, ട്രാൻസ്ഫർ ഒക്കെ നടക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഈ വിവരങ്ങൾ, ഓരോ വീഡിയോസും നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.